അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ ആവശ്യത്തിന് എത്ര ഗ്രാം? 800 ഗ്രാം ഏകദേശം ഉണ്ടാവും. അപ്പം മുളക് പൊടി ഇടുക. മുളക് പൊടി പിന്നെന്താ? മുളക് പൊടി ഇത്ര മതിയോ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത്ര മതിയോ? കുറച്ച് മതി, ഇത്ര മതി മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാല ആവശ്യത്തിന്. അല്ല കേട്ടോ, ഉപ്പ് ആവശ്യത്തിന്. ആവശ്യത്തിന് മതി. ആവശ്യം കോൺഫ്ലോർ ആവശ്യത്തിന്. മുട്ട ഉണ്ടായിരുന്നു. കോഴിമുട്ട 1. മതിയോ? ഇന്നെന്താ മറ്റേ ഇടുന്നാല്? കാശ്മീരി ചില്ലി ആവശ്യത്തിന്. ഇനി എല്ലാം കൂടി നല്ലോണം കുഴച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലേ? മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. മിക്സ് ചെയ്തിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് എങ്ങനെയാവും കയ്യിലൊക്കെ എങ്ങനെ? അപ്പോൾ ഇങ്ങനെ കയ്യിലത്തേക്ക് ഇങ്ങനെ വടിച്ചിട്ട് അത് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എഗ് കട്ട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്തിട്ടില്ല, പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ല, വെക്കാൻ പോവുകയാണ്. ഉള്ളി, സവാള ഒരു 2-3 എണ്ണം. എത്ര എണ്ണം? ചെറിയ കുഞ്ഞു സവാളയാണ് 2 എണ്ണം. മുട്ട പുഴുങ്ങി ഇടുക. മുട്ട പുഴുങ്ങി പൊളിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് മുട്ട. എന്താ ഇത്? പൊട്ടിയ മുട്ട ആയതുകൊണ്ടാണ്, ആരും പേടിക്കണ്ട. സൺഫ്ലവർ ഓയിൽ, നാച്ചുറൽ ആൻഡ് ഓർഗാനിക് സൺഫ്ലവർ ഓയിൽ, വുഡ് കോൾ പ്രസ്ഡ്. ഇതെന്താ അവസ്ഥ എന്നറിയില്ല. സൺഫ്ലവർ ഓയിലും ഒന്നും അങ്ങനത്തെ സീഡ് ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാ മുട്ട കാണിച്ചു കൊടുത്തോ. മുട്ട ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ചീഞ്ഞ മുട്ട ആയതുകൊണ്ടാണ്. ആ മുട്ട ഇവൾ തിന്നുന്നതാണ്, ഞാൻ തിന്നൂല. നമ്മൾ കട്ട്ലറ്റിൻ്റെ ഭാഗമായിട്ട് എണ്ണ ഒഴിക്കുക കുക്കറിൽ. കുക്കർ നല്ല വൃത്തിയുണ്ട്, കളറാട്ടോ, വേറെ ഒന്നുമല്ല. അതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യുക. ചൂടായിട്ട് പൊട്ടറ്റോ ആൻഡ് ഓനിയൻ ആഡ് ചെയ്യുക. ഇതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ആഡ് ചെയ്താൽ മതി. ഒരു വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു കുക്കറിൽ. എണ്ണ ഒഴിച്ച് പൊട്ടിത്തെറിക്കും. ഇട്ടോ? അയ്യോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് എണ്ണ ഒഴിച്ചപ്പോ ഓക്കെ. ഇനി മൂടി വെക്കുക. ഉപ്പിട്ട് മൂടി വെക്കുക. മതി. മൂടി വെക്കുക. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് മൂടി വെക്കുക. ചില്ലി ആവശ്യത്തിന് ആഡ് ചെയ്യാം. ചില്ലി ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കേ. എത്ര വിസിലാ? ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ആവശ്യത്തിന്.
മതിയോ? ഓയിൽ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ചായി ഇട്ട് കൊടുക്കുക. അല്ലേ? ചിക്കൻ ബനാന ചൂടായോ? ഇല്ല, ചൂടാവട്ടെ. വെയിറ്റ് ചെയ്യാം. ഏകദേശം ചൂടായി എന്ന് മനസ്സിലായാൽ കുറച്ചായി ഇട്ട് കൊടുക്കുക. പാകത്തിന് ചൂടായിട്ടുണ്ട്. യെസ്. ഇതെങ്ങനെ ഫുൾ ഇടുന്നുണ്ടോ അതോ 2 റൈസ് ആയിട്ടാണോ? നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കും. കുഞ്ഞു കുഞ്ഞു പീസുകൾ നമുക്ക് ചില്ലി ചിക്കനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കട്ട്ലറ്റിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ബ്രെഡ് ഇങ്ങനെ പൊടിച്ചിടണം. അതെ, മിക്സി ഉണ്ട്, പക്ഷെ കൈ കൊണ്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. അതെ. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ഒനിയൻ വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം കളയാം. ചിക്കൻ വെള്ളം പൊരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ, എഗ്ഗ്, ഉള്ളിയൊക്കെ കൂടെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്യാൻ പോകുന്നു. വേണം മിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ ബംഗാളികളൊക്കെ മിക്സ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെക്കണം. ഇവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കവും ഉള്ളിയും ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ലേശം എന്താ വയ്ക്കുക, അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്യും. കോൺഫ്ലോറും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് മിക്സ് ചെയ്യണത്. അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് മിക്സിന് അടിയിൽ കോൺഫ്ലോർ അതാ എങ്ങനെ കയ്യോ വിരലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലേ? അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റി ഫീലാണ് കിട്ടുന്നത് കേട്ടോ. ക്യാപ്സിക്കൊക്കെ വെറുതെ എടുത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അതിലേക്ക് നേരത്തെ പൊരിച്ച ചിക്കൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലേ? ഈ കുറച്ച് സോയ സോസ് ഒഴിക്കുക. സോയ സോസ് ഇവിടെ ഉണ്ട്. ഇതൊന്ന് പഴകിയതാണ്, ഇത് പുതിയതാണ്. രണ്ടും ഒരേതാണ് കേട്ടോ സത്യത്തിൽ. പിന്നെന്താ, അത് സോയ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വേരിനിലേക്ക് ഇങ്ങനെ കുപ്പി കുലുക്കി കൊടുക്കണം. അങ്ങനെ തന്നെ. ഓക്കെ ആണ്. ഇനി വേണോ? വേണ്ടല്ലോ. ഇതിലുള്ള സോയ സോസ്, ഇതിൽ കുറേ സോയ സോസ് ഉണ്ടല്ലോ. വേണ്ട, അത് മതിയാവും. കുറച്ചുകൂടി ഒഴിച്ചു വേണമെങ്കിൽ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ സോയ സോസ് മതിയായിട്ടില്ലെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒരേ ദിവസം വാങ്ങിയതാ, പേടിക്കണ്ട. ഒഴിച്ചോ? അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കിസാൻ ഫ്രഷ് ടൊമാറ്റോ സോസ്, ഫ്രഷ്ലി ഫ്രം ഫാമേഴ്സ്. 1 kg 1.1 kgൻ്റെ കിസാനാണ്. നല്ലൊരു ടൊമാറ്റോ സോസാണ് കിസാൻ്റെത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ്. ടൊമാറ്റോ സോസ് ആവശ്യത്തിന്, അത്യാവശ്യത്തിനായി, അനാവശ്യം അല്ലേ? ടൊമാറ്റോ സോസ് കറക്റ്റ് അളവിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ടൊമാറ്റോ സോസ് വേണം എന്നാണ് പറയുന്നത്. എനിക്ക് വേണമെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കിടിലൻ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓ, നീറ്റ്. അങ്ങനെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക.
ലേശം ചൈനീസ് സോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളത് ആഡ് ചെയ്തിട്ടില്ല അല്ലേ. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിം ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇടൂലല്ലോ ഇതിൽ. കറിവേപ്പില ഇടണവർ ഇടേണ്ട ആവശ്യമില്ല, ഇടൂല. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായി സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉപ്പിടണോ? ഉപ്പിട്ടിരുന്നു. ഉപ്പ് നമ്മൾ വഴറ്റും പെട്ടാണല്ലോ അല്ലേ. ടേസ്റ്റ്. ഉള്ളി ഒന്നും കൂടി ആവാനുണ്ട്. നൈസ് നൈസ്. ഉള്ളി ത്രായം പോരാ. അപ്പോഴേക്കും ബിരിയാണി റൈസ് ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. അതിലേക്ക് ചിക്കൻ മിക്സ് ചെയ്യുക. അതിട്ടോ പീസൊക്കെ നോക്കണേ. നല്ല പീസൊക്കെ തന്നെയാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ. ഒരു ചിക്കൻ ചാടിപ്പോയിട്ടുണ്ട്. ചാടിപ്പോയ ചിക്കൻ എത്ര പെട്ടെന്ന് എത്തിക്കുക. ടേസ്റ്റ് നോക്കാം. നല്ല ചിക്കൻ കഴുത്താട്ടോ ഇടാത്താണല്ലേ. ഇത് മതിയോ? ഇടണോ? ഇത്ര മതി കേട്ടാ. സോസിന് കഴിക്കുന്നോ? സോസിന് വേണ്ടല്ലോ. മറ്റു കുഞ്ഞാമ്പി മാറ്റിക്കണ്ടേ? മാറ്റിട്ടോ. സോസിന് മതി. ഓക്കെ. ചില്ലി ചിക്കൻ റെഡി. രുചിയേറും ചില്ലി ചിക്കൻ മഞ്ജീസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് ചില്ലി ചിക്കൻ. 1980കളിൽ ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച ചില്ലി ചിക്കൻ ഇന്നും മലയാളികൾക്ക് നാവിന് രുചിയേറുന്നു. വിശക്കുന്നുണ്ടെങ്കിൽ അല്പം ബിരിയാണി റൈസിനോട് കൂടിയോ പൊറോട്ടയോട് കൂടിയോ ചപ്പാത്തിയോട് കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു രുചിയേറും ഡിഷാണ് ചൈനീസ് ചില്ലി ചിക്കൻ. കട്ട്ലറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്താൽ മതിട്ടോ. ബ്രെഡ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ? അവിടെ ആയില്ല. അവിടെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടി ആക്കാവുന്നതാണ്. കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കട്ട്ലറ്റ് സെറ്റാണ്. ഇത് കുറച്ച് വേവാത്ത പൊട്ടറ്റോ മാറ്റി വെച്ചതാണ് കേട്ടോ. ഈ പടം കണ്ടിട്ടാണ് ചെയ്തത്. പോസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്താലോ? അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് പൊരിക്കാൻ പോവാണ്. ഈ കട്ട്ലറ്റാണ് പൊരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ എണ്ണ ഒഴിച്ച്. ഓക്കെ, എണ്ണ മതി. അത്ര ഓവറാണ് കുഴപ്പമില്ല. ഓവറാണെങ്കിലും ഓരോ എണ്ണ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മളെ എണ്ണ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അല്ലേ. ചൂടായി വരുന്നുണ്ട്. അങ്ങനെ മേലെ ഇങ്ങനെ പൊന്തല കണ്ടാൽ മനസ്സിലാവും. ഇടാനായിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചൂടായിട്ടില്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ എണ്ണ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. എണ്ണ തിളച്ച് വരികയാണ്. അപ്പോൾ എണ്ണ ഏകദേശം തിളച്ചിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് ഒരു കട്ട്ലറ്റ് ഇട്ട് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, തിളച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ മെല്ലെ ഇട്ടാൽ മതി. അടുപ്പിച്ചിട്ടാൽ ഒന്നും കൂടെ നന്നായിരിക്കും. വെറുതെ കേട്ടോ. കൈ പൊള്ളാതെ നന്നായി നോക്കിയിടണം.
ഞാടാ ഞാടാ ഞാടാ. ഇത്ര എടുപ്പിക്കില്ല, നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. കൈ മുങ്ങിപ്പോയാൽ കൈയും ഫ്രൈ ആവും. ഈ ചട്ടിയിൽ 5 എണ്ണമാണ് കണക്ക്. 1 2 3 4 5 6 6 എണ്ണമാണ് കണക്ക്. ഇനി നമ്മൾ ഒരു ഭാഗം ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ 65 അല്ല, ചില്ലി ചിക്കൻ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് ഞങ്ങളെ ഫ്രണ്ടിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ആയോ നോക്കുവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മറച്ചിടുക. ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്, മറച്ചിട്ടോ. ഇത്ര ഫ്രൈ ആയ പോരാ അല്ലേ? മതിയോ? ഒന്നുകൂടി ഫ്രൈ ആവാനുണ്ട്. നല്ല നീറ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം മറച്ചിടാൻ. അവിടെയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഏറെ വെയിറ്റ് ചെയ്ത എഗ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മെല്ലെ ഒരു പ്ലേറ്റിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇടുക. പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇടണം, ടിഷ്യൂല്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ വിരിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇടുക. ഇത് പൊട്ടിയിട്ടേ ഇല്ല, ബാക്കിയൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് രുചിയേറിയ എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കുക. നല്ലൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ ഗുഡ് നൈറ്റ്.